ഹാവൂ രജനീഷ് ചേട്ടൻ അറിയാത്തൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ കാര്യവും അറിയുന്ന ഒരാളാണ്. ഇപ്പൊ പീരിയഡ്സിനെ പറ്റി ആവാറാവുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമല്ലോ അമ്മമാര്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കാണിച്ചു കൊടുത്താൽ അതിനൊരു പെർഫെക്റ്റ് റെഫറൻസ് മെറ്റീരിയലാണ് ആ സീൻ. എനിക്ക് ആളുകളോട് വിളിച്ചു പറയണമെന്ന ആഗ്രഹമുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു അത്. പെൺകുട്ടികളെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടുവരുന്ന, ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അപ്പം അതൊരു സിനിമയായിട്ട് പറയുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നത് എൻ്റെ പാർട്ടല്ല ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ പാർട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഒരുപക്ഷെ വെടിവഴിപാട് ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നു കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുമായിരുന്നു. ഉറപ്പായിട്ടും ഞാനത് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഈക്വലി ആളുകൾ കുറ്റം പറഞ്ഞവരുമുണ്ട്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇതാണ് എൻ്റെ ശരീരം, ഇത് വെച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ബംഗാളി സിനിമയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇമോഷണലി എടുക്കുന്ന ഒരാളാണ്. ആരോ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അനുമോളാണ് നമുക്കിപ്പോൾ. ഹായ് അനു. ഹായ്. അനുവിനെ കാണുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ക്യാമറയിൽ പറയാം, എന്നായിരിക്കും ഞാൻ അനുവിനെ വെച്ച് സിനിമ ചെയ്യുക. ഓരോ പ്രാവശ്യവും ഞാനിത് ഇറക്കി വിടും. ഞാൻ എല്ലാ പ്രാവശ്യം എന്നെ കാണുമ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ട് എഴുതൂല്ല, മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യം കൂടെ ആലോചിക്കും. ഈ ഇന്ദുലേഖയെ ആസ്പദമാക്കിയ ഒരു സിനിമ ചെയ്യണം, അത് BKP യോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനുവിനെ കാണുമ്പോൾ ഞാൻ അതും ആലോചിച്ചു, ഇന്ദുലേഖ എങ്ങനെയായിരിക്കും, നമ്മൾ വായിച്ചിട്ടുള്ള ഒരു നോവല് എങ്ങനെയായിരിക്കും അനു ചെയ്യുമ്പോൾ വരിക. അനുവിൻ്റെ അത്തരത്തിലുള്ള കുറച്ച് നാടൻ കഥാപാത്രങ്ങളെന്നോ ഇല്ലെങ്കിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ദുലേഖയായിട്ട് വരുമ്പോൾ എന്തായിരിക്കും? സിമ്പിളായിരിക്കും ഡ്രസ്സ്, ഇല്ലെങ്കിൽ മനസ്സിൽ ഇന്ദുലേഖ എന്ന് അനു കാണുമ്പോൾ എന്താണ് ഇന്ദുലേഖയുടെ ഒരു ഒന്ന് അത് നടക്കാൻ പോകുന്നില്ല ആ പ്രോജക്റ്റ്. പക്ഷെ എന്നാൽ തന്നെയും എനിക്ക് ഇന്ദുലേഖ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ സ്വഭാവത്തിൽ നമ്മൾ വളരുന്ന കാലത്ത്, നമ്മുടെ ഒരു ടീനേജ് കാലത്തൊക്കെ നമ്മളൊരു സ്വഭാവ രൂപീകരണ സമയമുണ്ടല്ലോ, അപ്പം അതിൽ വളരെ സഹായിച്ചിട്ടുണ്ട് ഇന്ദുലേഖ എന്നാണ് ഞാൻ അറിയാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വായിച്ച പുസ്തകത്തിൽ ആരാധന തോന്നിയ ഒരു സ്ത്രീ കഥാപാത്രമാണ്. ഏത് കാലത്തും ഇപ്പം ഞാൻ അന്ന് വായിക്കുമ്പം എനിക്ക് അന്നത്തെ സ്ത്രീയായിട്ട് ഇന്ദുലേഖയെ തോന്നിയിരുന്നു. ഞാൻ ഇന്ന് വായിക്കുമ്പം എനിക്ക് ഇന്നത്തെ സ്ത്രീയായിട്ട് ഇന്ദുലേഖയെ തോന്നും. അപ്പം ഇപ്പം ഇന്ദുലേഖ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഉള്ള രൂപത്തിൽ തന്നെ ഇന്ദുലേഖ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്ദുലേഖയുടെ ഒരു രൂപത്തിൻ്റെ അപ്പുറത്തേക്ക് ഇന്ദുലേഖയുടെ നിലപാടുകളും അവരുടെ പേഴ്സണാലിറ്റിയും സ്ത്രീ എങ്ങനെയായിരുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് എപ്പോഴും കണക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ അതിനകത്തൊരു ചെറിയ പ്രശ്നം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ ചന്തുമേനോൻ അന്ന് എഴുതിയത് പ്രോഗ്രസീവ്നെസ് ലക്ഷ്യം വെച്ചിട്ടോ ഇല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് ധാരണയില്ല. അത് പലതരത്തിലുള്ള വായനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നിപ്പോൾ അനുമോളുടെ മനസ്സിലുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. ആ ഇതിൽ നിന്നിട്ട് ആ കഥാപാത്രത്തിലെ എഴുതി മേക്ക് ചെയ്തില്ലെങ്കിൽ അനുവിനത് സഹകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരണമല്ലേ? അപ്പോൾ ഒരുപാട് കടമ്പകൾ. എനിക്ക് തോന്നുന്നത് അതൊരു അത്യാവശ്യം ലക്ഷണമൊത്ത നോവലിന് അതിനെ പറയുന്നതല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു പെർഫെക്റ്റ് പുസ്തകം ഒരു സ്ത്രീ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനെന്താ പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ കാലത്തിൽ എനിക്ക് തോന്നുന്നു 60കളിലല്ല, അതിനൊക്കെ മുന്നെയാണ്, എത്രയോ മുന്നെയാണ്. ഏത് ഇയറാന്ന് ഞാൻ മറന്നുപോയി. ആ കാലം, അതെ, അതാണ് മിണ്ടാണ്ടിരുന്നത്. ഹാവൂ രജനീഷ് ചേട്ടൻ അറിയാത്തൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ കാര്യവും അറിയുന്ന ഒരാളാണ്. ഓക്കെ. അപ്പം അന്ന് എഴുതിയപ്പോഴും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ഇന്നത്തേക്കും കറക്റ്റാണത്. അവരുടെ നിലപാടുകളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അത് ഓർത്ത് കഴിയുമ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിലപാടുള്ള ചില വെബ് സീരീസുകളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. ഐലി സീരീസ് ആണ് ഞാൻ അവസാനം കണ്ടത്. അതിനുശേഷം ടീച്ചറാണ് പിന്നെ ഞാനും മോളെ കാണുന്നത്. അപ്പോൾ പെൻഡുലം കാണാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഞാൻ വിട്ടുപോയതാണ്, പത്മിനി വിട്ടുപോയി. പക്ഷേ ഈ ഐലി സീരീസ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് അത് റീവിസിറ്റ് ചെയ്തത് അനുമോളോടൊരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ആ സീരീസ് ഭയങ്കര രസമായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് B3244 എന്ന് പറഞ്ഞിട്ട്, അത് ബ്രാ 3244 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐലി സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്രായുടെ ഇതിട്ടിട്ട് വേദനിക്കുന്ന ആ പെൺകുട്ടിയുടെ, കാരണം ഒക്കെ പറഞ്ഞ ഒരു സിനിമയിൽ, ബ്രായെ കുറിച്ച് തന്നെ പറഞ്ഞ സിനിമയിൽ അത് പറയാതെ പറഞ്ഞപ്പോൾ ഞാനിത് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം അവരോട് ചോദിക്കുന്ന സമയത്ത് നമ്മളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽസ് പോയ ഒരു സീരീസ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്ന അമ്മയും മകളും കൂടെ ആ പീരീഡ്സ് സമയത്ത് സംസാരിക്കുന്ന കടന്നിട്ടുള്ള സംസാരം. അതെ അതെ അതെ, അതെനിക്ക് തോന്നുന്നു അതിന്റെ ഫുൾ ക്രെഡിറ്റ് രാംജി സാറിനാണ്. അത് ഷൂട്ട് ചെയ്തൊരു രീതിയും പിന്നെ ഓഫ് കോഴ്സ് അതിൽ ഡയലോഗ്സും, അത് ഭയങ്കര എൻ്റെയും ഒരു ഫേവറേറ്റ് സീൻസിൽ ഒന്നാണത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇനിയുള്ള എല്ലാ അമ്മമാർക്കും ഇത് കാണിച്ചു കൊടുത്താൽ മതി മക്കൾക്ക്. ഇപ്പൊ പീരിയഡ്സിനെ പറ്റി ആവാറാവുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമല്ലോ അമ്മമാര്. അപ്പൊ എനിക്ക് തോന്നുന്നു
ഇത് കാണിച്ചു കൊടുത്താൽ അതിനൊരു പെർഫെക്റ്റ് റെഫറൻസ് മെറ്റീരിയലാണ് ആ സീൻ. അത് നല്ല പരിപാടിയാണ്. ഇപ്പോൾ അനു ഏത് വെബ് സീരീസ് ചെയ്തത്? ഇപ്പൊ ഞാൻ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിൽ വരുന്ന ഒരു വെബ് സീരീസ് ആണ് ചെയ്യണത്. അതിനകത്ത് ചീഫ് ഡോക്ടർ റതി എന്ന് പറയുന്ന അയലിയുടെ എക്സ്ട്രീം ഓപ്പോസിറ്റ്. അയലി ഒരു വില്ലേജിലെ ഒരു ഭയങ്കര നിഷ്കളങ്കതയുള്ള ഒരു കുന്തം അറിയാത്തൊരു സ്ത്രീയായിട്ടാണ് അഭിനയിച്ചത്. ഇത് ഒരു ഹോസ്പിറ്റൽ നോക്കി നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ ഇന്റേൺസിനെ മുഴുവൻ വരച്ച വരയിൽ നിർത്തുന്ന, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്ന ഇന്റേൺസിനെ 50 സ്കോട്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കരിയറിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ. അതേസമയം ഹസ്ബൻഡും 2 മക്കളും ഒക്കെ ഉണ്ട്. ആ ഫാമിലി ലൈഫ് ബാലൻസിൻ്റെ ഇടയിൽ പെട്ടു പോകുന്നു. അങ്ങനെ കുറേ ട്രാക്കുള്ള കുറേ ഇമോഷൻസ് ഉള്ള ഒരു സ്ത്രീയാണ് ഡോക്ടർ റതി. ഈ അയലി സീരീസ് ഒരു ഹാങ് ഓവർ ആയിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, അനുവിനെ കണ്ടപ്പോൾ അത് റീകളക്ട് ചെയ്യപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ചോദിക്കുക, ആ പശ്ചാത്തലവും ആ കഥാപാത്രവും ഒക്കെ നമ്മുടെ കൂടെ കുറേ കാലം സഞ്ചരിക്കും. ഒരുപക്ഷെ അത് ചില പ്രോഗ്രസീവായ ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് ആ കഥാപാത്രത്തിൽ ഉപയോഗിക്കാം പല സ്ഥലങ്ങളിലും. കാരണം അത്തരം ഒരു കഥാപാത്രത്തെ കിട്ടിയത് അനുമോളുടെ ജീവിതത്തെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമല്ലേ അവർ എഴുതി വെച്ചിരിക്കുന്നു. അതേ പറ്റിയിട്ട് പറയുമ്പോൾ വ്യക്തിപരമായി ബാധിക്കാത്ത രീതിയിൽ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് ആളുകളോട് വിളിച്ചു പറയണമെന്ന ആഗ്രഹമുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു അത്. പെൺകുട്ടികളെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടുവരുന്ന, ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അപ്പം അതൊരു സിനിമയായിട്ട് പറയുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നത്, എൻ്റെ പാർട്ടല്ല ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ പാർട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എനിക്ക് പല ഡയലോഗ്സും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡയറക്ടറോട് ചോദിക്കും, ഇത് ഞാൻ തന്നെ പറയണോ, ഇത് ഞാൻ തന്നെ പറയണോ എന്നുള്ളത്. അപ്പം ആ കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ അത്ര എഫേർട്ട് ഇട്ട് ഉള്ളിലേക്ക് കയറ്റിയുണ്ട്, അത് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പം ഞാൻ ഡോക്ടർ രതി ചെയ്യുന്ന സമയത്തും പല സ്ഥലത്തും എയർപോർട്ട്സിൽ നിന്നൊക്കെ ആളുകൾ വന്ന് രതിയുടെ വിശേഷം പറയുമ്പോൾ ഇല്ലേ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് സങ്കടം വരുന്നു. നിങ്ങൾക്ക് എങ്ങനെ കുറുവമ്മാളെ മറക്കാൻ പറ്റും എന്നാണ് എൻ്റെ തോട്ട്. കുറുവമ്മാൾ ഇങ്ങനെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നതുകൊണ്ടേ എനിക്ക് സങ്കടമൊക്കെ വരിക, കുറുവമ്മാളെ മറന്നു ആളുകൾ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം മനസ്സിലാക്കണം, സിനിമയിൽ നമ്മൾ എന്താണോ കറണ്ട് ചെയ്യുന്നത് അതാണ് ആളുകൾ ഓർത്ത് വെക്കുക, ആളുകളുടെ മനസ്സിൽ നിൽക്കുക. ഗ്രാജുവലി പഴയ വർക്കുകളൊക്കെ ഓർക്കുമെങ്കിലും പെട്ടെന്ന് ആളുകൾ നമ്മളൊരു പബ്ലിക് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളുടെ കറണ്ട് ഫിലിംസും ക്യാരക്ടേഴ്സും വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇപ്പം ഞാനിങ്ങനെ കുറുവമ്മാളേനെ മാറ്റി രതി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട്സിൽ നിന്നൊക്കെ ആൾക്കാർ രതി 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 എന്ന് വിളിക്കുമ്പോഴേ നമ്മൾ ഷോട്ടിലല്ല, നമ്മൾ ആ സോണിലേ അല്ല. എയർപോർട്ടിൽ ഇങ്ങനെ കാപ്പി കുടിക്കണോ അതോ നമ്മൾ സാൻഡ്വിച്ച് കഴിക്കണോ എന്നൊക്കെ ആലോചിച്ച് നടക്കുമ്പോൾ രതി 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 എന്ന് വിളിക്കുമ്പോൾ നമുക്ക് രജിസ്റ്റർ ആവില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെയാണല്ലോ വിളിക്കണേന്ന്. അപ്പോഴേ ഞാൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ. അപ്പം ഗ്രാജുവലി എനിക്ക് തോന്നുന്നു മറ്റ് ക്യാരക്ടേഴ്സൊക്കെ മാറി ഇപ്പം ഞാൻ ആ ഒരു ക്യാരക്ടറിൻ്റെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കണ ഒരു സമയമാണെന്ന് തോന്നുന്നു. ചില സിനിമകൾ കാലത്തിന് മുമ്പേ വന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെടിവഴിപാടും പാപം ചെയ്യാത്തവർ കല്ലെറിയത്തെയൊക്കെ ഒരുപക്ഷെ വെടിവഴിപാട് ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നു കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുമായിരുന്നു. ഉറപ്പായിട്ടും ഞാനത് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഈക്വലി ആളുകൾ കുറ്റം പറഞ്ഞവരുമുണ്ട്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ അതൊരു നമ്മൾ ദൈവിക കാര്യത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു പീരിയഡിൽ കുറച്ചും കൂടെ ആളുകൾ ഓപ്പണായി, കുറച്ചും കൂടെ ആളുകളുടെ ഒരു ചിന്താഗതിയും ഒക്കെ മാറിയ ഒരു കാലത്ത് വന്നിരുന്നെങ്കിൽ അത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, വളരെയധികം സെലിബ്രേറ്റ്. അത് എനിക്കറിയില്ല, എനിക്കിത് നല്ല ഓർമ്മയുണ്ട്. അന്ന് ശംഭു സിനിമ ചെയ്യുന്ന സമയത്ത് പറയുമായിരുന്നു, ഇതിപ്പോഴല്ല 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകൾ ഈ സിനിമ സംസാരിക്കപ്പെടുകയും റിയലൈസ് ചെയ്യുകയും ചെയ്യാൻ പോകുന്നത് അന്ന് ശംഭു പറയായിരുന്നു. പക്ഷെ അത് കറക്റ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അനുമോളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരു കാലഘട്ടത്തിൽ കല കലയ്ക്ക് വേണ്ടിയിട്ടാണോ കല സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്നൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അനുമോൾ ഇപ്പോഴും പറയാറുണ്ട്. അതായത് കല സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി കൂടെ ഉതകുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കപ്പെടാനാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത്. കമേഴ്സ്യൽ പാർട്ട് അതിൻ്റെ കൂടെ സാമൂഹ്യ നന്മ എന്നുള്ളതിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു മനുഷ്യ നന്മ. ബേസിക്കലി നമ്മളുടെ ലോകം ഒന്നും കൂടെ വലുതാക്കി തരാനും നമ്മുടെ ചിന്ത ഒന്നും കൂടെ വലുതാക്കി തരാനും, എന്താ വെച്ചാൽ ആളുകളിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മീഡിയമാണ് സിനിമ. നമ്മളുടെ ഏത് കലാരൂപത്തിനെക്കാട്ടിലും ആളുകൾ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോ മുണ്ടുമടക്കി കുത്തൽ ആക്ഷൻ ആവട്ടെ, മീശ വിരിക്കൽ ആക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പലത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി നിവിൻ പോളിയുടെ ആ ഒരു കറുപ്പ് ഷർട്ടും മുണ്ടും എവിടെ കോളേജിൽ ചെന്നാലും, അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആളുകൾ, അല്ലെങ്കിൽ ഒരു സ്റ്റൈല് രജനീകാന്തിൻ്റെ സ്റ്റൈല്, അല്ലെങ്കിൽ മറ്റേ സിഗരറ്റ് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ സ്റ്റൈലുകൾ ആളുകൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പം അത്ര അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആവുമ്പം എന്തുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് അവർക്ക് കാണാൻ പറ്റാത്ത, അവർക്ക് അറിയാൻ പറ്റാത്ത അറിവുകളും കാഴ്ചകളും ലോകവും
ചിന്തകളും ജീവിതങ്ങളും കാണിച്ചു കൊടുത്തുകൂടാ ഇത്രയും അതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതേസമയം കൊമേഴ്ഷ്യൽ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മറ്റേ മേളവും വിസിലും പൂമാലയൊക്കെ ഇട്ട് കാണാനും എനിക്കിഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ഞാൻ അഭിനയിക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന എന്താ വെച്ചാൽ അങ്ങനെ ഒരു സ്ത്രീയുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു കൊട്ടും മേളവും ബഹളവും പൂവിലിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് ചെയ്യാനും ഇഷ്ടമാവുമായിരിക്കും. നയൻതാരയൊക്കെ പോലെ നമുക്ക് ഇവിടെ വളർത്തിയെടുക്കാം. ഒരു കാര്യമുള്ള സബ് ക്വസ്റ്റ്യൻ ഉള്ളത് എന്താ വെച്ചാൽ അത്യാഗ്രഹമില്ലാത്തൊരു ചിന്ത. ഈ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ സ്വാധീനിക്കുന്ന കഥകൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഈ ചിന്തയും കൂടെ ചേർന്നിട്ടായിരിക്കില്ലേ? അതായത് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ എഴുതിയത്, എന്തായിരിക്കും എനിക്കിതിനകത്തുള്ളത്, അപ്പം നമ്മുടെ ഉള്ളിൽ അത് ചിന്തയുടെ അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കോൺഷ്യസ്ലി ചെയ്യുന്നുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് വരുന്ന 90% ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഈ ചോദ്യം ചോദിക്കും. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് നിങ്ങൾ ബെറ്റർ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയില്ല? അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പടങ്ങൾക്കും, ഇത് അവർ ചെയ്താലായിരിക്കും കേട്ടോ നന്നാവുക, ഇത് ഇവർ ചെയ്താലായിരിക്കും കേട്ടോ നന്നാവുക എന്നൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആലോചിക്കുകയും ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് അഭിനയിക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ബാക്കിൽ കുറേ പ്രോസസ്സ് എൻ്റെ മനസ്സിലും എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. ഞാനൊരു കഥ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഇരുന്ന് ആലോചിക്കും, തിരിച്ചും മറിച്ചും, ഇതെന്തിനാണ്, അതെന്തിനാണ്, അതെന്തുകൊണ്ടാണ്, ഇത് എവിടുന്നാണ്, അങ്ങനെ നിറയെ ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. ആ ഒരു കൺഫ്യൂഷൻ പീരിയഡ് ഉണ്ട്. ആ കൺഫ്യൂഷൻ പീരിയഡിൽ എനിക്ക് നല്ല പ്രാന്താണ്. എന്നോട് ആര് സംസാരിച്ചാലും ഇല്ല ഇതെങ്ങനെയാണ്, അതങ്ങനെയാണ്, ഞാനൊരു ഇറിറ്റേഷൻ പീരിയഡ് ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറിനെ ആയാലും എൻ്റെ അടുത്ത് എന്നെ വിളിച്ച ആളുകളെ ആയാലും ഞാൻ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ അടുത്തു നിന്ന് ഒരു കോൺഫിഡൻസ് വരുന്നതിനനുസരിച്ചും കൂടെയാണ് എൻ്റെ കോൺഫിഡൻസ് വളരുക. എന്നിട്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുള്ളൂ. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റീതിങ്ക് ചെയ്യില്ല. പിന്നെ ആ സിനിമ എങ്ങനെ ഓടിയില്ല, ഇറങ്ങിയില്ല, അതൊന്നുമല്ല. പിന്നെ ആ സിനിമയാണ്, ആ സിനിമ ഞാൻ ചെയ്യുന്നു, ആ സിനിമ ഞാൻ ചെയ്തത് എൻ്റെ ഇഷ്ടത്തിന്, എനിക്കത് ഇഷ്ടമാണ്, പിന്നെ അത് റിഗ്രറ്റും ഒന്നുമില്ല. അപ്പം ആ ഒരു എൻറ്റയർ പ്രോസസ്സ് ഉണ്ട്. ഈ ചിന്ത എപ്പോഴും, ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഒരു നടി ഇല്ലെങ്കിൽ ഒരു നടൻ അയാളുടെ ശരീരം സംരക്ഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോഡ് ലൈഫ് ആടുജീവിതം ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആ ശരീരപ്രകൃതി അങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് അയാളെടുത്ത എഫർട്ടിനെ കുറിച്ച് കൂടിയാണ്. പൃഥ്വിരാജ് എടുത്ത ആ അപാരമായിട്ടുള്ള എഫർട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാധനമാണ്. അപ്പോൾ ഒരു ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ തുടരണം. അപ്പോൾ അനുവിൻ്റെ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ അനു തീർച്ചയായിട്ടും അത് ലൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഒട്ടും ബോഡി ശ്രദ്ധിക്കാത്ത ഒരു ആക്ടർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈവൻ ആടുജീവിതത്തിൻ്റെ സമയത്ത് ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ഒരാൾ ഡെഡിക്കേറ്റഡ് ആവുകയും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സ്വയം സമർപ്പിക്കുകയൊന്നും ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയൂ കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു സിനിമ കഴിഞ്ഞിട്ടും നമുക്ക് ഈ ആക്ടറിനെ വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആരോഗ്യം കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനും എൻ്റെ തുടക്കകാലങ്ങളിൽ അല്ലെങ്കിൽ വെടിവഴിപാട് അല്ലെങ്കിൽ മരം പെയ്യുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രകൃതി ചികിത്സയ്ക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് ഞാൻ 10 കിലോ കുറയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഷേപ്പിലേക്കൊക്കെ ആവുകയും അങ്ങനെ പല സിനിമകൾക്ക് വേണ്ടിയും അയലിക്ക് വേണ്ടി വെയിറ്റ് കൂട്ടുകയും അത് കഴിഞ്ഞ് കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് പലതും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു അൺഹെൽത്തി ഡയറ്റ്സ് ഫോളോ ചെയ്തതുകൊണ്ടാണോ എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അത് കറക്റ്റായിട്ട് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ആക്ടറുടെ നമ്മുടെ ടൂൾ തന്നെയാണ് നമ്മുടെ ശരീരം. അത് ഏറ്റവും നന്നായി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതൊരു പെർട്ടിക്കുലർ സൈസ് ഷേപ്പ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം മലയാള സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയാണെങ്കിൽ ഇന്ത്യയിലെ ആളുകളെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ ഒരു സൈസല്ല, ഒരു ലുക്കല്ല, ഒരു ചായയല്ല, ഒരുപോലെയല്ല. അപ്പം പലതരം ആളുകളുണ്ട്. അപ്പോൾ പലതരം സൈസുള്ള ആക്ടേഴ്സ് ആവശ്യമാണ്. തീർച്ചയായിട്ടും പാകത്തിലും ചായല്യത്തിലും ഒക്കെ അത് അയാൾ അങ്ങനെ തന്നെ മതി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചില വേറെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ സൈസും ഷേപ്പും ഒക്കെ ചിലപ്പോൾ ഞാൻ അയലിക്ക് വേണ്ടിയിട്ട് 15 കിലോ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, അത് ഇനിയും കുറഞ്ഞിട്ടില്ല, പകുതിയെ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് അനുഷ്ക ഷെട്ടി, അത് അയാളെ ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തോന്നും. ചില പുരാണ കഥാപാത്രങ്ങൾ രമ്യ കൃഷ്ണൻ ചെയ്യുമ്പോൾ ഉള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനും അയാളെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സും കൂടെ പോയിട്ടുണ്ടോ? ഇപ്പം ലൂസായി പോകുന്ന സമയങ്ങളുണ്ടാവും, ഇമോഷണലി നമ്മൾ
വീണു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ട് ബോഡിയെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് എങ്ങനെയാണ് അനുവിന്? ബോഡി കോൺഷ്യസ് എനിക്ക് എന്നേക്കാൾ കൂടുതൽ ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പം. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലാണ് ഞാൻ ബോഡി കോൺഷ്യസ് ആയിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2018 ശേഷം ഞാൻ അത്ര ബോഡി കോൺഷ്യസ് ആയിട്ടില്ല. 2018 ഞാനൊരു ബംഗാളി സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതലാണ് എനിക്കറിയില്ല, എനിക്ക് എവിടുന്നോ ഒരു ബോഡി കോൺഫിഡൻസ് വന്നു. എന്താ വെച്ചാൽ എല്ലാതരം ആളുകളും എല്ലാതരം ശരീരങ്ങളും നമ്മൾ അടയാളപ്പെടുത്തേണ്ടതാണ്. അപ്പം ഇതാണ് എൻ്റെ ശരീരം, ഇത് വെച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ബംഗാളി സിനിമയിൽ നിന്നാണ് കിട്ടിയത്. അതുവരെ എനിക്ക് ക്യാമറ ഫ്രെയിം വെക്കുമ്പോൾ അയ്യോ ഈ സൈഡ് ക്യാമറ വെച്ചു എൻ്റെ കൈ തടിയായിരിക്കും, അയ്യോ എൻ്റെ വയറ് തടിയായിരിക്കും, അയ്യോ എൻ്റെ കവിള്, ഇങ്ങനെ ടെൻഷനായിരുന്നു. അതേപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് വരുന്ന കമൻസ് ഉണ്ട്, തടിച്ചു, അല്ലെങ്കിൽ വയസ്സായി, അമ്മച്ചിയായി, ഇങ്ങനെയൊക്കെയുള്ള തടി വെച്ചാൽ പറയുന്ന കമൻസ് ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ടാൻ ആയാലും, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഷൂട്ടിന് പോയാലും നമ്മൾ കുറച്ച് കറക്കും. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ നിറം എങ്ങനെയാണ്, ഫുൾ മേക്കപ്പാണ് അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാണ്ട്, ഇതൊക്കെ എഫക്റ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര സങ്കടം വരുമായിരുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് കേട്ടോ, തടിച്ചതിന് എന്തിനാണ് കുറ്റം, അല്ലെങ്കിൽ വയസ്സാവുന്നതിന് എന്തിനാണ് കുറ്റം. അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. ഇപ്പം ഇന്ന് ഈ ദിവസം എനിക്കും നിങ്ങൾക്കും ഈ പറയുന്ന എല്ലാവർക്കും ആ ഒരു ദിവസം വയസ്സ് കൂടിയിട്ടുണ്ട്. അപ്പം അതൊരു ക്രൈം, അതൊരു കുറ്റം പോലെ പറയുന്നതിൻ്റെ ഒരു ലോജിക്കൊന്നും എനിക്ക് അന്നത് ആലോചിച്ചിട്ടില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അത് അവരുടെ മണ്ടത്തരം, അവരുടെ വിവരമില്ലായ്മ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് എഫക്റ്റ് ചെയ്യില്ല. ഈ അനുമോൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ അഭിപ്രായം പറയാം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട സിനിമകളായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്, ഞാനെടുക്കും, അതേപോലെ തന്നെ അകമെടുക്കും, ചൈല്യം എടുക്കും, ഒപ്പം തന്നെ ഉടലാഴം വേറൊരു ജോണറിലാണ്. അതെ, വെടിവഴിപാട് അത് വേറെ ജോണറാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയുള്ള സിനിമകൾ പറയുമ്പോൾ ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ട് പറയാൻ ശ്രമിക്കുക? അല്ല, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. എന്താ വെച്ചാൽ ഓരോരോ രീതിയിൽ ഈ സിനിമകളൊക്കെ എൻ്റെ ലൈഫിൽ ഓരോരോ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓരോരോ കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്. എനിക്ക് ഓരോരോ ലോകം തുറന്നു തന്നിട്ടുള്ള സിനിമകളാണ് ഇവരെല്ലാവരും. ഇതെല്ലാം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതെല്ലാം എൻ്റെയും, പത്മിനിയുണ്ട് ഇതിൽ, ഇതെല്ലാം എൻ്റെയും ഫേവറേറ്റ് സിനിമകളാണ്. ഒരു നാളിരവിൽ, അങ്ങനെ. ഇപ്പം ഞാൻ സത്യം അറിയാലോ, 51ാമത്തെ പ്രോജക്റ്റ് നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു 10-15 എണ്ണമാണ് ഏത് ഉറക്കത്ത് വിളിച്ചാലും ഞാൻ എല്ലാ സീനും ഓർത്ത് വെക്കുന്ന, പറയുന്ന ക്യാരക്ടേഴ്സിൽ. അത്ര എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് മേ ബി ഒരു 10-15 സിനിമകളായിരിക്കും. ആരോയെക്കുറിച്ച് അഭിപ്രായം പറയൂ. കാരണം ജോജു ജോർജിൻ്റെ സിനിമ ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡയമെൻഷണൽ ചിന്തകളുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. അപ്പം ആ സിനിമകളൊക്കെയും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെടും. എനിക്ക് തോന്നുന്നു പോലീസുകാരനായിട്ടാണ് വീണ്ടും വരുന്നത്. പോലീസുകാരനായിട്ടുള്ള സിനിമകളൊക്കെ ഇപ്പോൾ നായട്ടായിക്കോട്ടെ, എല്ലാ സിനിമകളിലുമൊക്കെ ഈ മനുഷ്യൻ കാണിച്ചിട്ടുള്ള അത്ഭുതമുണ്ട്. അവസാനം വന്നിട്ടുള്ള ഡബിൾ റോൾ ചെയ്തിട്ടുള്ള ഇരട്ട എന്താണ് പ്രകടനം എന്ന് ചോദിച്ചാൽ അസാധ്യമായ പ്രകടനമാണ്. അത്തരം ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞങ്ങൾക്ക് എക്സ്പെക്ടേഷൻ കൂടുതലാണ്. നിങ്ങളൊരു വട്ടപ്പൊട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട്. എന്തായിരിക്കും ആ ക്യാരക്ടറും പറയൂ, ജോജുവിൻ്റെ കഥാപാത്രം? നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റും, ഒരു ഫാമിലി കഥയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ക്രൈം നടക്കുന്നു, അതിലൊരു അന്വേഷണമുണ്ട്, അത് തെളിയിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അറിയാലോ, ഒരു അന്വേഷണ പരമ്പര എന്ന് പറയുമ്പം അതിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഓരോ പങ്കുണ്ടാവും. അപ്പോൾ അവരുടെ ഏത് പങ്ക് വിളിച്ചു പറഞ്ഞാലും കഥയുടെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കയ്യിൽ നിന്ന് പോകും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, പോലീസാണ്. പിന്നെ ഡെഫിനറ്റ്ലി നായകനാണല്ലോ, കേസ് തെളിയിക്കപ്പെടും, സക്സസ്ഫുൾ ആവും, അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ കൊണ്ട് ഞാൻ പറയുകയാണ്, എപ്പോഴും നമ്മൾ ആക്ടേഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റാർസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേ അവരുടെ മുമ്പത്തെ അവരുടെ ഓരോ സിനിമയും വ്യത്യസ്ത സിനിമകളായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ജോജേട്ടൻ്റെ ഈ ലിസ്റ്റ് ഓഫ് സിനിമകളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രതീക്ഷ അല്ലാണ്ട് ഒരു ഫ്രഷ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആരോനെ കാണണം എന്നേ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ അതൊന്നും പോലെ എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആണ്. ഓരോ സിനിമയും ഓരോരോ ആക്ടേഴ്സും അങ്ങനെയാണ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം എൻ്റെയൊക്കെ ഒരു പേടി എന്താണെന്നറിയോ, ആ സിനിമ മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കാണാൻ വരുമ്പം അവർക്ക് അതിനേക്കാൾ മോശമാവുക അല്ലെങ്കിൽ അതിനേക്കാൾ കെയർ നിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കുറ്റം പറച്ചിൽ വരും, ഇത് കൊള്ളില്ല അല്ലെങ്കിൽ അത് കൊള്ളില്ല, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അപ്പം എല്ലാ സിനിമേനെയും ഒരു ഫ്രഷ് ഔട്ട്ലുക്കിൽ കാണും. അങ്ങനെ ഒരു ഫ്രഷ് ഔട്ട്ലുക്കിൽ തന്നെ
കാണേണ്ട മറ്റ് പറഞ്ഞ സിനിമകളൊന്നുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഇല്ലാത്തൊരു സിനിമ തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഡയറക്ടർ കരീം സാറുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ നോക്കുമ്പോൾ അതൊരു പോലീസ് അന്വേഷണവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊരു ഫാമിലി ആ ഒരു സാധനമൊക്കെ മുന്നിട്ട് നിൽക്കും. ഫാമിലി എലമെൻസും ഇമോഷൻസും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ആരോ. ഞാൻ താമര എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. താമര വടക്കുന്നാഥൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വടക്കുന്നാഥൻ അമ്പലത്തിൽ നമ്മൾ പോകുമ്പം നമ്മളതൊരു ഭയങ്കര ഭക്തി മൂഡിലാണല്ലോ എപ്പോഴും നമ്മൾ വടക്കുന്നാഥനെ കാണാൻ പോവുക. അപ്പം അതല്ലാണ്ട് ഞാൻ ജോലിക്ക് പോയിട്ട് വടക്കുന്നാഥൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഇപ്പം നമ്മളാണെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പൂ വിൽക്കാനിരിക്കുന്ന ചേച്ചിമാരെയൊക്കെ. അപ്പം ഞാൻ അപ്പുറത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ പെർഫോം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ആരോയിൽ. ത്രൂ ഔട്ടുള്ള ഈ സിനിമേൻ്റെ എല്ലാ പോയിൻറ്റ്സ് കൂടിയും കടന്നു പോകുന്ന ഈ സിനിമേൻ്റെ ഒരു സ്ഥലത്തു നിന്നും എന്നെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രവും താമരയിൽ കൂടെയാണ് ഈ സിനിമ പോകുന്നത്. സിനിമയുടെ ട്രാവൽ തന്നെ ഈ സ്ത്രീയിൽ കൂടെയാണ്. താമരയ്ക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നോ അഭിനയിക്കാൻ? താമരയ്ക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക്. എൻ്റെ ഒരു കംഫർട്ട് സോൺ അല്ല. അപ്പം അതൊരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു, അത് പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ നടക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രതിഫലിപ്പിക്കണ്ടേ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് മേ ബി തടി കൂട്ടൽ കുറയ്ക്കൽ അങ്ങനത്തെ ഒക്കെ എക്സ്റ്റേണൽ കാര്യങ്ങൾ വേറെ ചെയ്യാറുണ്ട്. അങ്ങനെ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയൂല. ഡയറക്ടറിനെയോ റൈറ്ററിനെയോ ഡിപ്പെൻഡ് ചെയ്താൽ മതി, അവർക്കത് അറിയാലോ. അതല്ലാണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ കരുതി നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്ത് വന്ന് അത് സെറ്റിൽ വന്ന് അവർ പൊളിക്കുമ്പോൾ പിന്നെ നമുക്ക് റീവർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി അവർക്ക് അങ്ങോട്ട് സറണ്ടർ ചെയ്യുക, അവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇമോഷണലി എടുക്കുന്ന ഒരാളാണ്. ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മുഴുവൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കും. അപ്പം അത് എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ദിവസങ്ങളൊക്കെ എടുക്കും ആ ഒരു വിഷമോ ദേഷ്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറാനൊക്കെ. അത് മാറ്റാം, നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവാം. അതെന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, എന്നാലേ ആണ് നന്നാവാറുള്ളൂ. ഇപ്പോൾ ഒരു സീൻ ഞാൻ ചെയ്തത് നന്നായി എന്നൊരു 10 പേര് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇമോഷണലി എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്ത സീനാണ്. അതല്ലാണ്ട് ചില സീനുകൾ ഞാൻ ഡയറക്ടറും റൈറ്ററും ഇവരെഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യണമല്ലോ, നമ്മൾ കമ്മിറ്റ് ചെയ്തല്ലോ എന്നൊക്കെയുള്ള കരുതിച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ. ചില നമ്മൾ കൺവിൻസ്ഡ് അല്ലാത്ത ചില സീനുകൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാവും അത് നല്ല ബോറായിരുന്നു എന്ന് എന്നോട് ആളുകൾ പറയുകയും ചെയ്യും. അപ്പോൾ ബോറല്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ അടിപൊളിയാക്കാൻ കഴിയട്ടെ. ഈ ക്രഷ് ഞങ്ങളെപ്പോലെയുള്ള പേഴ്സണലി എൻ്റെ ക്രഷ് അങ്ങനെ തന്നെ തുടരട്ടെ. നിങ്ങൾ നല്ല കഥാപാത്രം തീരുമാനാക്കിയിട്ട് പോകും. അത് ഉടനെ തന്നെ ഉണ്ടാവും, നിങ്ങൾ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ. അതെ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായിട്ട് വരൂ. അപ്പൊ എന്തായാലും താങ്ക് യു. പെട്ടെന്ന് തന്നെ കഥയുമായി വരൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കഥയ്ക്കായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ആരോ മെയ് 9-ാം തീയതി റിലീസ് ആവുകയാണ്. എല്ലാവരുടെ അടുത്തും കാണാൻ പറയണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. അനുമോള് നല്ല പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു സംസാരം കേട്ടിട്ട്. എല്ലാ വ്യൂവേഴ്സിനോടും ഒക്കെ ഞാനിപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറാണല്ലോ, എല്ലാ പേഷ്യൻസിനോടും പറയണം എന്നൊക്കെ എല്ലാ വ്യൂവേഴ്സിനോടും പറയണം. അതേമാതിരി നമ്മുടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ആരോ മെയ് 9-ന് റിലീസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.